നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഭരണഘടനയാണ്. ഭരണഘടനയിലെ മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിട്ടുള്ള പഞ്ചായത്തി രാജും അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതികളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു രണ്ട് ഭാഗത്തു നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പഞ്ചായത്തി രാജാണ്. അപ്പോൾ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും അല്ലെങ്കിൽ എല്ലാ പോയിന്റുകളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് നോക്കാം. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? അല്ലേ, എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നിട്ടുള്ള ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അതേതാണ്? അത് രാജസ്ഥാനാണ്. ഓർത്തു വെച്ചേക്കണം. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അതെവിടെയാണ്? രാജസ്ഥാനാണ്. കറക്റ്റ് പ്ലേസ് പറയുകയാണെങ്കിൽ നാഗൂർ ജില്ലയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി പഠിച്ചു വെച്ചേക്കണം. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത്. അതുപോലെ രണ്ടാമത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശാണ്. ഓർത്തു വെച്ചേക്കണം. അതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശാണ്. അതുപോലെ തന്നെ ചോദിക്കാറുള്ളതാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിച്ചാലും അതും ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്, രണ്ടാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. എന്നാൽ ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് ആന്ധ്രാപ്രദേശാണ്. ഇനി എന്നാണ് ഈ ഒരു പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വെച്ചേക്കുക, 1959 ഒക്ടോബർ 2-നാണ്. ഓക്കെ, അപ്പോൾ എന്നാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത് എന്ന് ചോദിച്ചാൽ എന്നാണ്? 1959 ഒക്ടോബർ 2, ഒക്ടോബർ 2 ഗാന്ധി ജയന്തിന്റെ അന്നാണ് ഈ ഒരു പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടി ഓർത്തു വെച്ചേക്കുക, നെഹ്റു ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് ഈ ഒരു പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഗാന്ധി ജയന്തിന്റെ അന്നാണ് നെഹ്റു ഉദ്ഘാടനം ചെയ്യുന്നത്. 1959-ലാണെന്നും കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ചോദ്യം എന്താണ്? ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? 1959 ഒക്ടോബർ 2. ആരാണ് ചെയ്തത്? നെഹ്റു ആണ്. ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തത്, ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് 1993 ഏപ്രിൽ 24-നാണ്. ഓർത്തു വെച്ചേക്കുക. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 1993 ഏപ്രിൽ 24-ആണ് അല്ലേ. അപ്പൊ ഇവിടെ എന്താണ് വ്യത്യാസം? ഇതൊരു പഞ്ചായത്തി രാജ് സംവിധാനമാണ് അല്ലേ. പിന്നീട് അതൊരു നിയമമായിട്ട് വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? അത് 1993 ഏപ്രിൽ 24-ആണ്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, മാറിപ്പോകരുത്. നിയമമാണ് അല്ലേ, പഞ്ചായത്തി രാജ് നിയമമാണ്, ഒരു ആക്ട് ആണ്. അതാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്? 1993 ഏപ്രിൽ 24-ആണ്. അതുപോലെ ഇവിടെ ചോദിക്കാറുള്ളതാണ് പഞ്ചായത്തി രാജ് ദിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ നിയമം നിലവിൽ വന്നിട്ടുള്ള ഡേറ്റ് തന്നെയാണ്, ഏപ്രിൽ 24-ആണ്. അപ്പോൾ പഞ്ചായത്തി രാജ് ദിനം എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണത്? ഏപ്രിൽ 24-ആണ്. അതുപോലെ നിയമം എന്നാണ് നിലവിൽ വന്നത് ചോദിച്ച വർഷം എന്നാണ്? 1993-ആണ്. ഇനി ചോദിക്കാറുള്ളത് കേരളത്തിലാണ്. അപ്പൊ കേരളത്തിൽ എന്നാണ് ഈ ഒരു പഞ്ചായത്തി രാജ് നിയമം വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷമായിട്ടുള്ള 93 കഴിഞ്ഞ 94-ലാണ് എന്ത് വരുന്നത്? കേരളത്തില് പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വരുന്നത്. അതുപോലെ മാസവും ഡേറ്റും ചോദിച്ചാൽ ഏപ്രിൽ മാസം തന്നെയാണ്. എന്നാൽ 24-ന് പകരം തൊട്ട് മുന്നത്തെ ദിവസമായിട്ടുള്ള ഏപ്രിൽ 23-നാണ് കേരളത്തിൽ വരുന്നത് അല്ലേ. അപ്പോൾ ഇതിന്റെ നേരെ ഒന്ന് സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മതി. അപ്പൊ ഇന്ത്യയിൽ വരുമ്പോൾ 1993 ഏപ്രിൽ 24-നും കേരളത്തിലാകുമ്പോൾ 93 ഉള്ളത് 94 ആകും. ഡേറ്റ് ഉള്ളത് 24 ഉള്ളത് 23 ആകുന്നത്. ഓക്കെ, അപ്പം മനസ്സിലാക്കിയിട്ട് പഠിക്കാം. രണ്ടും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കമ്മിറ്റികളുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തേത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. അപ്പോൾ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു കമ്മിറ്റിയാണ് ഇത്, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അപ്പോൾ ഈ കമ്മിറ്റി എന്താണ് റെക്കമെൻഡ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ത്രിതല സംവിധാനം അല്ലെ, പഞ്ചായത്ത് രാജ് ഒരു ത്രിതല സംവിധാനത്തിലോട് കൂടി നടപ്പിലാക്കാൻ വേണ്ടി നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് ഇത്, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ത്രിതലം എന്ന് പറയുമ്പോൾ എന്താണ്? 3 ആണ് അല്ലേ. ഇപ്പൊ 3 തലത്തിലുള്ള ഒരു സംവിധാനമാണ് പഞ്ചായത്ത് രാജിൽ നടപ്പിലാക്കേണ്ടത് എന്ന് നിർദ്ദേശിച്ചത് ഏത് കമ്മിറ്റിയാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. അപ്പോൾ ആ 3 തലങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തേത് ജില്ലാ തലമാണ് അല്ലെ. അപ്പൊ പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പോൾ
മൂന്ന് തലങ്ങൾ ഉണ്ടായിരിക്കണം. അതിലൊന്ന് ജില്ലാ തലമാണ്, രണ്ടാമത് ബ്ലോക്ക് തലമാണ്, മൂന്നാമത് വില്ലേജ് തലമാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഏതൊക്കെയാണ് മൂന്ന് തലങ്ങൾ എന്ന് പറയുന്നത്? ജില്ലാ തലം, ബ്ലോക്ക് തലം, വില്ലേജ് തലം. ഇതാണ് ഈ ഒരു രീതിയിലാണ് പഞ്ചായത്ത് രാജ് നടപ്പിലാക്കേണ്ടത് എന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് ഇത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റിയും ഇതുപോലൊരു റെക്കമെൻഡേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ്? ത്രിതലയ്ക്ക് പകരം ദ്വിതലമാണ് അല്ലെ. അപ്പൊ ദ്വിതലം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാണ് അല്ലെ. ദ്വി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാണ്. അപ്പൊ രണ്ട് തലത്തിലുള്ള ഒരു സംവിധാനമാണ് പഞ്ചായത്ത് രാജിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തത് അല്ലെ. ആര്? അശോക് മേത്ത കമ്മിറ്റി. അപ്പൊ ചോദിക്കും ദ്വിതല സംവിധാനം പഞ്ചായത്ത് രാജ് നടപ്പിലാക്കാൻ വേണ്ടി നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാന്ന് ചോദിച്ചാൽ ഏതാണത്? അശോക് മേത്ത കമ്മിറ്റിയാണ്. ഇവിടെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് പറയുമ്പോൾ അത് ത്രിതലമാണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്ത് വെച്ചേക്കാം? ഈ പേരിൽ തന്നെ എടുത്താൽ മതി. ബൽവന്ത് അല്ലെ, ബൽവന്ത് റായ് മേത്ത അല്ലെ. മൂന്ന് പേരുകളുണ്ട് ഇവിടെ. അപ്പൊ ബൽവന്ത് റായ് മേത്ത അങ്ങനെ പറയുമ്പോൾ മൂന്നെണ്ണം ഇല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം? മൂന്നെണ്ണം ആവുമ്പോൾ ത്രിതലം എന്ന് ഓർത്ത് വെക്കാം. ഇനി അശോക് മേത്തയാണെങ്കിലോ അശോക് 1 മേത്ത 2 അല്ലേ. അപ്പൊ രണ്ടെണ്ണേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ഓർത്ത് വെക്കാം? ദ്വിതലാന്ന് മനസ്സിലാക്കി വെക്കാവുന്നേ അല്ലെ. അപ്പൊ രണ്ടും തമ്മിൽ മാറിപ്പോകൂല. ബൽവന്ത് റായ് മേത്ത എന്ന് പറയുമ്പോൾ ഇവിടെ മൂന്നെണ്ണം ഉണ്ട്. അപ്പൊ ത്രിതല എന്ന് ഓർത്ത് വെക്കുക. അശോക് മേത്ത അല്ലെ, രണ്ടുപേരല്ലേ ഉള്ളൂ, അശോകും മേത്തയും. അപ്പൊ എങ്ങനെ ഓർത്ത് വെക്കാം? ദ്വിതലം അല്ലെങ്കിൽ രണ്ട് തലം എന്ന് ഓർത്ത് വെക്കാം. ഇനി അതുപോലെ ചോദിക്കാറുള്ളതാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. എന്താണ്? കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഏത് കമ്മിറ്റിയാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. ഓർത്ത് വെച്ചേക്കണം. ഇനി അടുത്തത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് PK തുങ്കൻ കമ്മിറ്റി എന്ന് പറയുന്നത്. എന്താണ്? PK തുങ്കൻ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് അവർ റെക്കമെൻഡ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തി രാജിന് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ച സബ് കമ്മിറ്റി. അതാണ് പോയിന്റ് കേട്ടോ. സബ് കമ്മിറ്റിയാണ് ഏത്? PK തുങ്കൻ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ തുങ്കൻ കമ്മിറ്റി എന്താണ്? പഞ്ചായത്ത് രാജിന് ഒരു ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരമൊക്കെ കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള കമ്മിറ്റിയാണ് ഏത്? PK തുങ്കൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഒരു സബ് കമ്മിറ്റിയാണെന്നും കൂടി ഓർത്ത് വെച്ചേക്കാം. ഏതാ വർഷം എന്ന് ഓർത്ത് വെക്കുക. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരുപാട് തവണ ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ഈ ഒരു PK തുങ്കൻ കമ്മിറ്റിയെ പറ്റിയിട്ട്. അപ്പോൾ ഇനി എങ്ങാനും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം കൂടി ഓർത്ത് വെച്ചേക്കുക. 1988 ആണ് കേട്ടോ. 88 തുങ്കൻ. ഓർത്ത് വെച്ചേക്കുക. 1988 PK തുങ്കൻ കമ്മിറ്റിയെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇതെന്താണ് റെക്കമെൻഡ് ചെയ്തത്? പഞ്ചായത്തി രാജിന് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം നൽകണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ അത് ഓർത്ത് വെക്കാം. ഇനി അടുത്തത് അതേപോലെ തന്നെയാണ് LM സിംഗ്വി കമ്മിറ്റി എന്ന് പറയുന്നതും. അപ്പോൾ LM സിംഗ്വി കമ്മിറ്റിയും അതേ ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. എന്താണ്? പഞ്ചായത്ത് രാജിന് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് അല്ലെ. അപ്പൊ രണ്ടും ഒരേ ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ചോദിക്കുന്ന രീതിയിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ സബ് കമ്മിറ്റി എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലാണ് ഏതാ? PK തുങ്കൻ കമ്മിറ്റി. അപ്പൊ ഇതുവരെയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? പഞ്ചായത്ത് രാജിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ച സബ് കമ്മിറ്റി എന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ സബ് കമ്മിറ്റി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചേക്കണം അതേതാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. ഓക്കെ. അതുപോലെ തന്നെ LM സിംഗ്വിയും ഇതേ ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അല്ലെ. അതായത് പഞ്ചായത്ത് രാജിന് ഒരു ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം കൊടുക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയും കൂടിയാണ് ഏത്? LM സിംഗ്വി കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഓർത്ത് വെക്കണം? ഒരു സബ് കമ്മിറ്റി എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. വർഷം കൂടി ഓർത്ത് വെച്ചേക്ക്. 1988. ഇനി ഓർത്തിരിക്കേണ്ട ഒരു കമ്മിറ്റിയും കൂടിയുണ്ട്. സന്താനം കമ്മിറ്റിയാണ്. അപ്പൊ സന്താനം കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്? പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ ധനകാര്യങ്ങളിൽ പഠനം നടത്താൻ വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മിറ്റിയാണ് ഇത് സന്താനം കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ധനകാര്യം അല്ലെ. ഓർത്ത് വെച്ചേക്കേണ്ടത് ധനകാര്യമാണ്. അപ്പൊ ധനകാര്യങ്ങളിൽ ഒരു പഠനം നടത്താൻ വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മിറ്റിയാണ് ഇത് സന്താനം കമ്മിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സന്താനം ധനം എന്നൊക്കെ ഓർത്തിട്ട് കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ. ഇപ്പൊ സന്താനം അല്ലെ. സന്താനം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ധനം അല്ലെ. ധനവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്ത് വെക്കുക. എന്തിന്റെയാണ്? പഞ്ചായത്ത് രാജിന്റെ ആണല്ലേ. അപ്പൊ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ധനകാര്യങ്ങളിൽ പഠനം നടത്താൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയാണ് ഇത് സന്താനം കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നുകൂടി നമുക്ക് റിവൈസ് വരാം.
അപ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനം അല്ലേ ആദ്യമായിട്ട് നിലവിൽ വന്നത് എവിടെയാണ്? രാജസ്ഥാനാണ്. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ്. രണ്ടാമതാണ് ആന്ധ്രാപ്രദേശ്. എന്നാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശ് ആണെന്ന് ഓർത്തു വെക്കാം. ഇനി അത് എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? ഈ ഒരു പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് എന്നാ ചോദിച്ചാൽ 1959 ഒക്ടോബർ 2 അല്ലേ? ഗാന്ധി ജയന്തിന്റെ അന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്? നെഹ്റു ആണ്. അതുപോലെ പഞ്ചായത്ത് രാജ് നിയമം അല്ലേ അതൊരു ആക്ട് ആയിട്ട് നിലവിൽ വരുന്നത് എന്നാ ചോദിച്ചാൽ അത് 1993 ഏപ്രിൽ 24 അല്ലേ? ഏപ്രിൽ 24 പ്രത്യേകത എന്താണ്? ആ ദിവസമാണ് പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. അതുപോലെ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ 93 ഉള്ളത് തൊട്ടടുത്ത വർഷമായിട്ടുള്ള 94 ആയിരിക്കും. അതുപോലെ ഏപ്രിൽ 24 ഉള്ളത് തൊട്ട് തലേ ദിവസമായിട്ടുള്ള ഏപ്രിൽ 23 ആയിരിക്കും കേട്ടോ. അപ്പൊ രണ്ടും ഓർത്ത് വെച്ച് പഠിക്കുക. അപ്പൊ കേരളത്തിലാണെങ്കിൽ എന്നാണ് 94 ഏപ്രിൽ 23 ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കമ്മിറ്റികളെയാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തേത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് അല്ലെ. അപ്പൊ ബൽവന്ത് റായ് മേത്ത 3 പേരുകളുണ്ട്. അപ്പൊ ഓർത്തു വയ്ക്കുക ത്രിതലമാണ്, ത്രിതല സംവിധാനമാണ് അവർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ ഏതൊക്കെയാണ് ത്രിതലം എന്നും കൂടി ഓർത്തു വെക്കാം. ഏതൊക്കെയാണ്? ജില്ലാ തലം വരുന്നുണ്ട്, ബ്ലോക്ക് തലം വരുന്നുണ്ട്, വില്ലേജ് തലം. ഈ ഒരു രീതിയിലായിരിക്കണം പഞ്ചായത്ത് രാജിന്റെ ആ ഒരു സംവിധാനം എന്ന് അല്ലെങ്കിൽ അങ്ങനെ ആകണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള കമ്മിറ്റിയാണ് ഇത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് അശോക് മേത്തയാണ് അല്ലെ. അശോക് മേത്ത അല്ലെ 2 പേരാണ്. അപ്പൊ അങ്ങനെ ഓർത്തു വെക്കുക ദ്വിതലമാണ്, ദ്വിതല സംവിധാനമാണ് അവർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതും ഏതാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. പിന്നെ പഠിച്ചത് നമ്മൾ PK തുങ്കൻ കമ്മിറ്റിയാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് PK തുങ്കൻ കമ്മിറ്റി. എന്താ പ്രത്യേകത അല്ലെ? സബ് കമ്മിറ്റിയാണ്. പഞ്ചായത്ത് രാജിന് ഒരു ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് അല്ലെങ്കിൽ സബ് കമ്മിറ്റിയാണ് ഏത്? PK തുങ്കൻ കമ്മിറ്റി എന്ന് പറയുന്നത്. 1988 ഇതിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കമ്മിറ്റിയെ. അതും കൂടി ഓർത്തു വെക്കുക. ദെൻ അടുത്തത് LM സിംഗ്വിയാണ്. സിംഗ്വിയും ഒരേ നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അതായത് പഞ്ചായത്ത് രാജിന് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം കൊടുക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി കൂടിയാണ് ഇത് LM സിംഗ്വി കമ്മിറ്റി എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ധനകാര്യങ്ങളിൽ പഠനം നടത്താൻ വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മിറ്റി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് അല്ലെ? ധനം എന്ന് പറയുമ്പോൾ ഓർത്തു വെക്കുക സന്താനം അല്ലെ, സന്താനം കമ്മിറ്റിയാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ എന്ന് പറയുന്നത്. കൃത്യമായി കണ്ട് മനസ്സിലാക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ഏത്? ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനാ ഭേദഗതി നമുക്ക് റാങ്ക് ഫയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഭേദഗതി കൊടുത്തിട്ടുണ്ടാവും. എല്ലാതും പഠിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു 4-5 ഭേദഗതികളുണ്ട് അല്ലേ? 4, 5, 6 ഭേദഗതികളുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതികൾ കൂടിയുണ്ട്. അപ്പോൾ അതും പഠിക്കണം. ദെൻ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഭേദഗതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി നോക്കി പഠിക്കണം. ഈ ഒരു രീതിയിലാവണം ഭരണഘടനാ ഭേദഗതി പഠിക്കേണ്ടത്. ഇനി നമ്മുടെ പുതിയ മാറി ടെക്സ്റ്റ് ബുക്കിൽ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുക. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കുക. പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് അധികം പോയിന്റുകൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം അല്ലേ. ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ? ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ? മാറ്റങ്ങൾ വരുത്തല്ലേ അല്ലെങ്കിൽ അമെൻമെന്റുകൾ കൊണ്ടുവരിക. അതായത് ആ ഉണ്ടാക്കിയെടുത്ത നിയമത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഒഴിവാക്കലുകളൊക്കെ ചേർത്താലാണ് എന്ത് പറയുക? അതിനെ ഭേദഗതി എന്ന് പറയാം അല്ലേ. അപ്പോൾ ഭരണഘടനയിലും ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭേദഗതി വരുത്താൻ പറ്റും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭരണഘടന എന്ന് പറയുന്നത് എന്താണ് അല്ലെ? റിജിഡ് ആയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ഫ്ലെക്സിബിളും ആണ്. ഒരേ സമയം റിജിഡുമാണ് അതുപോലെ തന്നെ ഫ്ലെക്സിബിളും ആണ്. അപ്പം എന്തുകൊണ്ടാണ് റിജിഡ് എന്ന് പറയാൻ കാരണം അല്ലെ? റിജിഡ് ആയിട്ടുള്ളതെന്ന് പറയാൻ കാരണം എന്താണ്? ഭരണഘടനയിലെ അടിസ്ഥാന തത്വങ്ങളിലൊന്നും ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല അല്ലേ. അത് റിജിഡ് ആയിട്ടുള്ളതാണ്. അത് എങ്ങനെയാണോ നിയമം നിർമ്മിച്ചിട്ടുള്ളത് ആ രീതിയിൽ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് അത് റിജിഡ് എന്ന് പറയുന്നത്. എന്നാൽ ഈ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്താതെ എന്ത് ചെയ്യാൻ പറ്റും? ചില ഭേദഗതികൾ വരുത്താൻ പറ്റും എന്ന് പറയുന്നത് കൊണ്ടാണ് അതിനെ ഭരണഘടനയെ എന്ത് പറയുന്നത്? ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭരണഘടന ഒരേ സമയം റിജിഡുമാണ് അല്ലെങ്കിൽ ദൃഢവുമാണ് അതുപോലെ തന്നെ അയവുള്ളതുമാണ് എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ റിജിഡുമാണ് അതുപോലെ തന്നെ ഫ്ലെക്സിബിളുമാണ്. അപ്പോൾ ഈ ഫ്ലെക്സിബിൾ എന്നൊരു രീതിയിൽ നിന്നാണ് ഈ ഒരു ഭേദഗതി വരുന്നത് അല്ലേ. അപ്പോൾ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഭരണഘടനയിൽ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനയിൽ എന്തെങ്കിലും തിരുത്തലുകളോ അതുപോലെ തന്നെ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ,
അതുപോലെ ഓർത്തിരിക്കേണ്ടതാണ്, ഈ ഒരു ഭരണഘടനയ്ക്ക് ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർലമെന്റിനാണ്. മനസ്സിലാക്കി വെച്ചേക്കുക, ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം ആർക്ക് മാത്രമാണ്? പാർലമെന്റിന് മാത്രമാണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. ഓർത്തു വെച്ചേക്കണം. അതുപോലെ ഏത് ആർട്ടിക്കിളിലാണ് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്നത്? ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്നത് അല്ലേ. നമുക്കറിയാം ഭേദഗതി എവിടെ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അല്ലേ. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 368 ചോദിക്കുന്നതാണ്. 368 അല്ലേ, 368 ഇതാണ് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഭരണഘടനാ ഭേദഗതി ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 368. അതുപോലെ തന്നെ ഭരണഘടനയിലെ ഭാഗം 20 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കാം. ഭാഗം ഏതാണ്? 20 അല്ലേ. അപ്പൊ ഭാഗം 20 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചിട്ട് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? ഒന്ന് ആർട്ടിക്കിൾ ആണ്, ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 368. ഭാഗം ചോദിച്ചാൽ ഏതാണ്? ഭാഗം 20. ഓക്കെ. ഇനി നമുക്കിവിടെ പഠിച്ചിരിക്കേണ്ട കുറച്ച്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 2-3 പോയിന്റ് ഉണ്ട്, ഓർത്ത് വെക്കാം. നമുക്ക് ഈ ഒരു ഭരണഘടനാ ഭേദഗതി അല്ലേ, ആ ഭേദഗതി ബില്ല്, അതായത് നമുക്കറിയാം ആദ്യം ഒരു ബില്ലായിരിക്കും, അത് പിന്നീടാണ് നിയമമാകുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. അപ്പൊ ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, ഭരണഘടനാ ഭേദഗതി അല്ലേ, ആ ഒരു നിയമമാകുന്നതിന് മുമ്പ് അതൊരു ബില്ലായിരിക്കും. ആ ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ് അല്ലേ. ഇവിടെ ഓർത്ത് വെച്ചേക്കണം, ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഓക്കെ. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ്, ഈ ഒരു ഭേദഗതി ബില്ല് അത് നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ഭേദഗതി ബില്ലില്. നമുക്കറിയാം ഈ ഒരു ബില്ല് പിന്നീട് 2 സഭകളും പാസ്സാക്കിയാൽ മാത്രമേ അത് നിയമമാവുകയുള്ളൂ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭേദഗതി ബില്ലിന് അതൊരു നിയമമാകണമെങ്കിൽ ഇരുസഭകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പാർലമെന്റിലെ ലോകസഭയും രാജ്യസഭയും അല്ലെ, ഈ 2 സഭകളും അംഗീകരിച്ചാൽ മാത്രമേ ആ ഒരു ബില്ല് എന്താവാൻ പറ്റുള്ളൂ? നിയമമാകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതൊരു ഭേദഗതി വരുത്താൻ പറ്റുകയുള്ളൂ. അത് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഇനി ഇൻ കേസിൽ ഈ ഇരുസഭകൾക്കും ഇടയിൽ ഈ ഒരു ഭേദഗതി ബില്ലിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെ, ചില സഭ അല്ലെങ്കിൽ മറ്റേ സഭ അതിനെ പ്രതികൂലിച്ചിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ പരിഹാരത്തിനായിട്ട് സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. അപ്പൊ സാധാരണ നമുക്കറിയാം ഈ എന്തെങ്കിലും അല്ലെ, ഇരു സഭകളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, എന്തെങ്കിലും ബില്ലിന്റെ മുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഒരു സംയുക്ത സമ്മേളനമൊക്കെ വിളിച്ചു ചേർക്കാം അല്ലെ. പക്ഷേ ഓർത്ത് വെക്കണം, ഇതുപോലെ ഭരണഘടനാ ഭേദഗതി ബില്ലിൽ അല്ലെ, എന്താണ് ഭേദഗതി വരുത്തുമ്പോൾ, ഭരണഘടനയിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തുമ്പോൾ ഇങ്ങനെ ഇരുസഭകൾക്കിടയിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? സംയുക്ത സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കാനായിട്ട് പറ്റില്ല. ഓർത്ത് വെച്ചേക്കണം. ഇത് 3ഉം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. അതുപോലെ തന്നെ ഭേദഗതി ബില്ല് അത് നിയമമാകണമെങ്കിൽ ഇരു സഭകളും എന്ത് ചെയ്യണം? അത് അംഗീകരിക്കണം. അതുപോലെ തന്നെ ഇൻ കേസിൽ ഇരു സഭകളും തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കാനായിട്ട് സംയുക്ത സമ്മേളനങ്ങളൊന്നും വിളിച്ചു ചേർക്കാനും പറ്റില്ല. ഇത്രയും ഈ 3 പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഭേദഗതിയിലെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഭേദഗതികൾ വരുത്താം എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് 3 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഭേദഗതികൾ കൊണ്ടുവരാൻ പറ്റും. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് അയവുള്ള ഭേദഗതി അല്ലെ, അയവുള്ള ഭേദഗതിയുണ്ട്. അതുപോലെ തന്നെ ദൃഢമായ ഭേദഗതി, പിന്നെ കുറച്ചും കൂടി ദൃഢം കൂടുതൽ അല്ലെ, അതിദൃഢമായിട്ടുള്ള ഭേദഗതി. അപ്പൊ ഈ ഒരു 3 രീതിയിൽ എന്ത് ചെയ്യാം? ഭേദഗതികൾ അല്ലെങ്കിൽ ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ എങ്ങനെയൊക്കെയാണ് 3 രീതികൾ എന്ന് പറയുന്നത്? അയവുള്ള ഭേദഗതി അല്ലെ, അയവുള്ള ഭേദഗതിയുണ്ട്, പിന്നെ ദൃഢമായിട്ടുള്ള ഭേദഗതി, പിന്നെ കുറച്ചും കൂടി ഒന്ന് ദൃഢം കൂടുതലാണ് അല്ലെ, അതിദൃഢമായിട്ടുള്ള ഭേദഗതി. ഇനി എങ്ങനെയൊക്കെയാണ് അയവുള്ള ഭേദഗതിയിൽ ആ ഒരു ഭേദഗതി എങ്ങനെയാണ് മാറ്റം കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു നടപടിക്രമം എന്ന് പറയുന്നത്? അതായത് കേവല ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഭേദഗതി കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെജോറിറ്റിയോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഭേദഗതി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അവിടെ അല്ലെങ്കിൽ ഈ ഏതൊക്കെ രീതിയിലാണ് മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് ഈ അയവുള്ള ഭേദഗതി ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
സംസ്ഥാനങ്ങളുടെ പേര്, അതുപോലെ തന്നെ അതിരുകള്, പൗരത്വം പഠിച്ചു വെച്ചേക്കണം. ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ചോദിക്കാം. ഏതൊക്കെയാണ്? സംസ്ഥാനങ്ങളുടെ പേര് അല്ലെ. ഇപ്പൊ സംസ്ഥാനങ്ങളുടെ പേര്, അതുപോലെ തന്നെ അതിരുകൾ അല്ലെ, സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അതിരുകളുടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, അതുപോലെ പൗരത്വം അല്ലെ, പൗരത്വവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഭേദഗതികൾ കൊണ്ടുവരണമെങ്കിൽ ഒക്കെ എന്താണ്, ഏത് രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ഭേദഗതിയാണ് വരുത്തേണ്ടതെങ്കിൽ ഏത് രീതിയിലാണ് എടുക്കേണ്ടത്? അയവുള്ള ഭേദഗതിയിലൂടെയാണ് അത് ചെയ്യേണ്ടത്, ആ ഒരു നടപടിക്രമങ്ങൾ ചെയ്യേണ്ടത് അല്ലെ. അയവുള്ള ഭേദഗതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കേവല ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് അതെന്ത് ചെയ്യാം, ആ ഒരു നടപടിക്രമങ്ങൾ ആരംഭിക്കാം. ഓക്കെ, എങ്ങനെയാണ്? കേവല ഭൂരിപക്ഷത്തോട് കൂടിയിട്ടായിരിക്കും. ഇനി ദൃഢമായിട്ടുള്ള ഭേദഗതിയിൽ എങ്ങനെയാണ്? ദൃഢമായിട്ടുള്ള ഭേദഗതിയിൽ ആ ഒരു നടപടിക്രമങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഭേദഗതി കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അയവുള്ളതിൽ പറഞ്ഞത് ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ എന്ത് ചെയ്യാം, ആ ഒരു ഭേദഗതി പാസ്സാക്കാവുന്നതാണ്. എന്നാൽ ദൃഢമായിട്ടുള്ള ഭേദഗതി എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ് അല്ലെ. ഇരുസഭകൾ എന്ന് പറയുമ്പോൾ ലോക്സഭയും ഉണ്ട്, രാജ്യസഭയും ഉണ്ട്. അപ്പൊ ഈ ലോക്സഭയുടെയും രാജ്യസഭയുടെയും പ്രത്യേക ഭൂരിപക്ഷം അല്ലെ, സ്പെഷ്യൽ മെജോറിറ്റിയാണ് ഇവിടെ ദൃഢമായിട്ടുള്ള ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരേണ്ട നടപടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഏതൊക്കെ രീതിയിലാണ്, അല്ലെങ്കിൽ ഈ ഒരു ദൃഢമായിട്ടുള്ള ഭേദഗതി ഏതൊക്കെ ഭേദഗതി വരുത്തുമ്പോഴാണ് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലിക അവകാശങ്ങൾ, അതുപോലെ തന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഓർത്തു വെച്ചേക്കണം. മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? ദൃഢമായിട്ടുള്ള ഭേദഗതിയാണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ദൃഢമായിട്ടുള്ള ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ഇതിന് ആവശ്യമാണ്. ഓക്കെ, ഇനി അടുത്തത് അതിദൃഢമായിട്ടുള്ള ഭേദഗതിയാണ് അല്ലെ. അപ്പൊ അതിദൃഢമായിട്ടുള്ള ഭേദഗതി എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ്? ഇവിടെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം കിട്ടുകയും വേണം. അതുപോലെ തന്നെ നമ്മുടെ മൊത്തം സംസ്ഥാനത്തിലെ പകുതി സംസ്ഥാനങ്ങളിലെ, പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടി വേണം. ഈ ഒരു ഭേദഗതി നടപ്പിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മൊത്തം സംസ്ഥാനം വേണ്ട, പകുതി അല്ലെ, പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തിന് എന്ത് ചെയ്യണം? ആ ഭേദഗതിനെ അനുകൂലിച്ചു കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇരുസഭകൾക്കും പ്രത്യേക ഭൂരിപക്ഷം അല്ലെ. പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റിയാണ്. അപ്പൊ ഈ ലോക്സഭയും രാജ്യസഭയുടെയും സ്പെഷ്യൽ മെജോറിറ്റി വേണം. അതിന്റെ കൂടെ തന്നെ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടിയും വേണം അല്ലെ. എന്നാൽ മാത്രമേ ഈ ഒരു അതിദൃഢമായിട്ടുള്ള ഭേദഗതി വരുത്താൻ പറ്റുകയുള്ളൂ. ഇനി അത് എവിടേക്കാണ് വരുത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വെക്കാം, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം അല്ലെ. ഇപ്പൊ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തിൽ എന്തെങ്കിലും ഒരു ഭേദഗതി കൊണ്ടുവരണമെങ്കിൽ ഏത് ഭേദഗതിയായിരിക്കും? അതിദൃഢമായിട്ടുള്ള ഭേദഗതിയായിരിക്കും. അതുപോലെ തന്നെ ജനപ്രാതിനിധ്യ നിയമം അല്ലെ, ജനപ്രാതിനിധ്യ നിയമത്തിലും എന്തെങ്കിലും ഒരു ഭേദഗതി വരുത്തണമെങ്കിലും ഏത് ഭേദഗതിയാണ്? അതിദൃഢമായിട്ടുള്ള ഭേദഗതിയിലൂടെയാണ് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഓർത്തു വെച്ചേക്കാം. ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്, പഠിച്ചു വെച്ചേക്കട്ടോ. അതിന്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് മാറ്റുന്നത് എന്നൊക്കെ ഓർത്തു വെക്കാം. ഇനി നമുക്ക് ഓരോരോ ഭേദഗതികളായിട്ട് പഠിക്കാം. ദെൻ ഫസ്റ്റ് വൺ 42ാം ഭേദഗതിയാണ് അല്ലെ. അപ്പൊ 42ൽ നിന്നാണ് തുടങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ മുതലാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത് 42ാം ഭേദഗതി. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭേദഗതിയിൽ നിന്ന് തന്നെ ചോദിക്കാറുണ്ട്. ഓക്കെ, കാരണം എന്താണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെയാണ് ഈ ഒരു ഭേദഗതി അറിയപ്പെടുന്നത് അല്ലെ. കാരണം എന്താണ്? ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു 42ാം ഭേദഗതിയിലൂടെയാണ്. അതുകൊണ്ടാണ് ആ ഒരു ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എന്നാണ് ഇത് പാസ്സാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1976 അപ്പൊ എന്നാണ് പാസ്സാക്കിയത്? 1976. ഇനി അത് നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1977 ജനുവരി 3 ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. രണ്ടും ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു നിലവിൽ വന്ന വർഷവും മാസവും ഡേറ്റും ഒക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചതാണ്, പഠിച്ചു വെച്ചേക്കണം. എന്നാണ് 42ാം ഭേദഗതി പാസ്സാക്കുന്നത്? 1976 അല്ലെ. നിലവിൽ വരുന്നത് തൊട്ടടുത്ത വർഷം തന്നെയായിട്ടുള്ള 1977 അല്ലെ. ഫസ്റ്റ് തന്നെയാണ് അല്ലെ, ജനുവരിയിൽ തന്നെയാണ്. ജനുവരി 3 ഈ ഒരു ഭേദഗതി നിലവിൽ വരുന്നത്. ഇനി ആ സമയത്ത് നമ്മുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഓർത്തു വെച്ചേക്കണം, ചോദിക്കാം. പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണത്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. അതുപോലെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ഇന്ദിരാഗാന്ധിയാണ് അല്ലെ. അപ്പൊ 76-77 ആ കാലഘട്ടത്തിലൊക്കെ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടത് പ്രസിഡന്റ് ആണ്. അപ്പൊ പ്രസിഡന്റ് ആ സമയത്ത് ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണെന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ട്. ഈ ഒരു ഭേദഗതി കൊണ്ടുവരാൻ കാരണമായിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. അതേതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഈ ഒരു 42ാം ഭേദഗതി കൊണ്ടുവരാൻ കാരണമായിട്ടുള്ള കമ്മിറ്റി എന്ന് പറയുന്നത്.
ഇനി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള പ്രധാന ഭേദഗതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് നമ്മുടെ ആമുഖത്തിൽ തന്നെയാണ് അല്ലെ. ആമുഖത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ള ഭേദഗതിയാണ് ഇത് 42ാം ഭേദഗതി എന്ന് പറയുന്നത്. ഏതാണ് അല്ലെ? കുറച്ച് പദങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ പദങ്ങൾ ചോദിക്കുന്നതാണ്. ഒന്ന് സ്ഥിതി സമത്വം അല്ലെ. എന്താണ് സ്ഥിതി സമത്വം, അതുപോലെ തന്നെ മതേതരത്വം, പിന്നെ ഏതാണ് അഖണ്ഡത. അപ്പൊ ഈ 3 വാക്കുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. ഈ 3 വാക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതോടുകൂടിയിട്ടില്ലേ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്തായി? ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിട്ട് മാറിയില്ലേ. അവിടെ ആമുഖത്തിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ പിന്നെ എങ്ങനെയായിട്ട് മാറി? ഇന്ത്യ എന്ന് പറയുന്നത് എന്തായി? ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായി മാറിയില്ലേ. അതിന് മുമ്പ് എങ്ങനെയായിരുന്നു? പരമാധികാരവും അതുപോലെ തന്നെ ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു. പിന്നെ അതിന് കൂടെ ആഡ് ചെയ്തത് ഏതൊക്കെയാണ്? സ്ഥിതി സമത്വവും മതേതരത്വവും ആയിരുന്നു. പിന്നെ അഖണ്ഡത വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അഖണ്ഡത എന്നൊരു വാക്ക് അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിട്ടാണ് അവിടെ എഴുതിയിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ്? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഓക്കെ, ഇവിടെ കൂട്ടിച്ചേർത്തത് ഏതൊക്കെയാണ്? സ്ഥിതി സമത്വവും മതേതരത്വമാണ്. അപ്പൊ അത് ഓർത്ത് വെക്കാം. അപ്പൊ അഖണ്ഡത വേറെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ആമുഖത്തിൽ കൊടുത്തിട്ടുണ്ട്. അഖണ്ഡത എന്നൊരു വാക്കും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് മറ്റു പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയാണ് ഇത്. മാറ്റം വരുത്തിയൊരു കാര്യമാണ് ഇത്. 10 മൗലിക കടമകൾ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൗലിക കടമകളൊക്കെ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലൂടെയാണ്? 42ാം ഭേദഗതിയിലൂടെയാണ് അല്ലെ. അപ്പൊ 42ാം ഭേദഗതിയിലൂടെയാണ് 10 മൗലിക കടമകൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ 7ാം പട്ടിക ഭേദഗതി ചെയ്തതും ഈ ഒരു 42ാം ഭേദഗതിയിലൂടെയാണ് അല്ലെ. 7ാം പട്ടിക എന്ന് പറഞ്ഞാൽ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ലിസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. നമുക്ക് പഠിക്കാനുണ്ട് പട്ടികകളെ കുറിച്ചിട്ടും ലിസ്റ്റുകളെ കുറിച്ചിട്ടും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, 7ാം പട്ടിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. അപ്പൊ ലിസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു 7ാം പട്ടികയിലും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് മാറ്റങ്ങൾ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ കൺകറന്റ് ലിസ്റ്റ് ഉണ്ട് അല്ലെ. അപ്പോൾ ഓരോ ലിസ്റ്റിലും ഉൾപ്പെടേണ്ട ഓരോരോ വിഷയങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5 വിഷയങ്ങൾ എന്ത് ചെയ്തു, അത് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടു അല്ലെ. അതായിരുന്നു ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ 7ാം പട്ടിക ഭേദഗതി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 7ാം പട്ടിക എന്ന് പറഞ്ഞാൽ എന്താണ്? ലിസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. ഇവിടെ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു 5 വിഷയങ്ങൾ എന്ത് ചെയ്തു, അത് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടു. അത് ഏതൊക്കെയാണ് ആ 5 വിഷയങ്ങൾ എന്നൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇതും ചോദിക്കുന്നതാണ്. ഏതൊക്കെയാണ്? 1 വിദ്യാഭ്യാസം, 2 വനം, വന്യജീവി സംരക്ഷണം, അളവ് തൂക്ക സമ്പ്രദായം, അതുപോലെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം. ഇതാണ് ആ 5 വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം അല്ലെ. വാ വെച്ചിട്ടുള്ള 2-3 വാക്കുകൾ അല്ലെ. വിദ്യാഭ്യാസം, വനം, വന്യജീവി. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, വന്യജീവി സംരക്ഷണം അല്ലെ. പിന്നെ ബാക്കി 2 എന്ന് പറഞ്ഞാൽ, ഒന്ന് അളവ് തൂക്ക സമ്പ്രദായം, അതുപോലെ തന്നെ കോടതികളുമായി ബന്ധപ്പെട്ട് അല്ലെ, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം അല്ലെ. ഇത്തരം 5 വിഷയങ്ങൾ എന്ത് ചെയ്തു, അത് ആദ്യം സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു, പിന്നീട് അത് എങ്ങോട്ടേക്കാണ് മാറ്റപ്പെട്ടത്? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതിയാണ് ഏത്? 42ാം ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5-ൽ നിന്ന് 6 വർഷമാക്കിയിട്ട് ഉയർത്തി അല്ലെ. അപ്പോൾ ഇവിടെ എന്താണ് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്? ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി അന്നൊക്കെ എന്തായിരുന്നു? 5 വർഷമായിരുന്നു. അതെന്ത് ചെയ്തു? 5-ൽ നിന്ന് അതൊരു 6 ആക്കിയിട്ട് ഉയർത്തി അല്ലെ. അപ്പൊ ചോദിക്കാം, ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5-ൽ നിന്ന് 6 വർഷമായിട്ട് ഉയർത്തിയ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? 42ാം ഭേദഗതിയാണ്. അതുപോലെ തന്നെ ഒരു 2 ആർട്ടിക്കിൾ വേറെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? 39A-യും അതുപോലെ തന്നെ 48A-യുമാണ് അല്ലെ. നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന 39A-യും 48A-യും 2A അല്ലെ. എ എന്ന് പറയുമ്പോൾ കൂട്ടിച്ചേർക്കുന്നത് കൊണ്ടാണ് അവിടെ എ എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 39A-യും 48A-യും ആണ് കൂട്ടിച്ചേർത്തത്. അപ്പൊ 39A എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, തുല്യനീതിയും സൗജന്യ നിയമസഹായം. ആർട്ടിക്കിൾ 39A-യിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? തുല്യനീതിയും അതുപോലെ തന്നെ സൗജന്യ നിയമസഹായത്തെ കുറിച്ചിട്ടും പറയുന്നത്. അതുപോലെ 48A എന്ന് പറയുന്നതും എന്താണ്? പരിസ്ഥിതി സംരക്ഷണമാണ്.
ഓർത്തു വെച്ചേക്കണം. 48 ആർട്ടിക്കിൾ 48A എന്ന് പറയുന്നത് എന്താണ്? പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. 39A ആണെങ്കിലോ തുല്യനീതിയും സൗജന്യ നിയമ സഹായത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്ത് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള ഭേദഗതി ചോദിച്ചാൽ ഏതാണത്? അത് 42ാം ഭേദഗതിയാണ്. അപ്പൊ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചേക്കണം. ഒക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 42ാം ഭേദഗതിയിലെ എന്നാണ് നിലവിൽ വന്നത്? 1976 പാസ്സായി. നിലവിൽ വരുന്നത് 77 ജനുവരി 3 ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ സമയത്ത് പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയുണ്ട്. അതേതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഇനി വന്നിട്ടുള്ള മാറ്റങ്ങളാണ് നോക്കാനുള്ളത്. ഒന്നാമത്തെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഏതാണ് അല്ലെ? ഒരു 3 വാക്കുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു അല്ലെ. ഏതൊക്കെയാണത്? സ്ഥിതി സമത്വവും മതേതരത്വവും അഖണ്ഡതയുമാണ്. അതോടുകൂടിയിട്ട് നമ്മുടെ ഒരു വാക്ക് അല്ലെ, ആമുഖത്തിൽ കൊടുത്തിട്ടുള്ള വാക്ക് എങ്ങനെയായി മാറി? ഇന്ത്യ എന്ന് പറയുന്നത് എന്തായി? ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിട്ട് മാറി. ഓർത്തു വെച്ചേക്ക്, അത് ചോദിക്കുന്നതാണ്. ഇനി അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭരണഘടന വരുന്ന സമയത്ത് മൗലിക കടമകളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നീടാണ് ഈ ഒരു 42ാം ഭേദഗതിയിലൂടെ പറഞ്ഞിട്ടുള്ള 10 മൗലിക കടമകൾ എന്ത് ചെയ്തത്? ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. പിന്നീട് പറഞ്ഞത് നമ്മൾ പട്ടികയിലെ 7ാമത്തെ പട്ടിക, അതായത് ലിസ്റ്റിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയില്ലേ. ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5 വിഷയങ്ങൾ എന്ത് ചെയ്തു? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടു അല്ലെ. ആ 5 വിഷയങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് അല്ലെ? വെച്ചിട്ടുള്ള 3 വിദ്യാഭ്യാസം, വനം, വന്യജീവി സംരക്ഷണം. പിന്നെ ഏതാണ്? അളവ് തൂക്ക സമ്പ്രദായവും അതുപോലെ തന്നെ കോടതിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം അല്ലെ. ഇത്തരം 5 വിഷയങ്ങൾ എന്ത് ചെയ്തു? സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. അത് പിന്നീട് എങ്ങോട്ടേക്കാണ് മാറ്റിയത്? കൺകറന്റ് ലിസ്റ്റിലോട്ടാണ് മാറ്റപ്പെട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? എന്ത് ഭേദഗതിയാണ് അല്ലെ? ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5-ൽ നിന്ന് അത് എന്താക്കി? 6 ഉയർത്തിയ ഭേദഗതി ഏതാണ് ചോദിച്ചാൽ ഏതാണത്? 42ാം ഭേദഗതിയാണ്. പിന്നെ ആഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കപ്പെട്ടുള്ള മറ്റ് 2 ആർട്ടിക്കിൾ ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് ആ ആർട്ടിക്കിൾ? മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന 39A-യും 48A-യും അല്ലെ. ഏതാണ് 39A എന്ന് പറഞ്ഞാൽ? തുല്യനീതിയും സൗജന്യ നിയമസഹായവുമാണ്. 48A എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷണമാണ്. ഇത് രണ്ടുമാണ് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്ത ഭേദഗതി നോക്കാനുള്ളത് 44ാം ഭേദഗതിയാണ്. ഓക്കെ, അപ്പൊ 42 കഴിഞ്ഞ അടുത്തത് ഏതാണ്? 44 ആണ്. 44 വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കുന്നതാണ്. ഓക്കെ, എന്നാണ് ഈ ഒരു ഭേദഗതി പാസ്സാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1978 ആണ് അല്ലെ. അപ്പൊ 42 എന്നാണ് 76-ൽ പാസ്സാക്കി നിലവിൽ വരുന്നത് 77-ലാണ്. 44 ആണെങ്കിൽ 78-ൽ പാസ്സാക്കുന്നു, 79-ൽ നിലവിൽ വരുന്നു അല്ലെ. അപ്പൊ ഒക്കെ ഒരു ഓർഡറിൽ അങ്ങ് പഠിച്ചു പോകാം. അപ്പൊ 78-ലാണ് ഇത് പാസ്സാക്കുന്നത്. 79 ഏപ്രിൽ 30-നാണ് നിലവിൽ വരുന്നത്. അപ്പൊ 44ാം ഭേദഗതി എന്ന നിലവിൽ വരുന്നത് 1979 ഏപ്രിൽ 30. ഇതും ഒരു മാസവും ഡേറ്റും ഓർത്ത് വെച്ചേക്കാം. 1979 ഏപ്രിൽ 30-നാണ് ഏത് ഭേദഗതി നിലവിൽ വരുന്നത്? 44ാം ഭേദഗതി നിലവിൽ വരുന്നത്. ഇനി ആ സമയത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഓക്കെ, അപ്പൊ ആ സമയത്ത് പ്രസിഡന്റ് ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡിയാണ്. പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് മൊറാർജി ദേശായി ആണ്. ഓർത്തു വെച്ചേക്കുക, പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് മൊറാർജി ദേശായി ആണ്. പ്രസിഡന്റ് ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഇനി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതി എന്ന് പറയുന്നത് നമ്മുടെ സ്വത്തവകാശം തന്നെയാണ്. ഓക്കെ, അപ്പൊ സ്വത്തവകാശം അല്ലെ, ആർട്ടിക്കിൾ 300A കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആർട്ടിക്കിൾ 300A ഈ ഒരു സ്വത്തവകാശം എന്ന് പറയുന്നത് ഭേദഗതിയിലേക്ക് അല്ലെങ്കിൽ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏതാണ്? ഏത് ഭേദഗതിയിലൂടെയാണ്? 44ാം ഭേദഗതിയിലൂടെയാണ്. അപ്പൊ ഏതാണത് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ 300A ആണ്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞില്ലേ, 42ാം ഭേദഗതിയിൽ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 5-ൽ നിന്ന് 6 ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നേരെ അല്ലെ വീണ്ടും അത് തിരിച്ചങ്ങോട്ട് തന്നെ മാറ്റി കൊടുത്തു. അത് ഏതിലൂടെയാണ്? 44ാം ഭേദഗതിയിലൂടെയാണ്. അതായത് ലോകസഭയുടെയും നിയമസഭയുടെയും കാലാവധി 6-ൽ നിന്ന് എന്ത് ചെയ്തു? പഴയ പോലെ തന്നെ 5-ലേക്ക് തന്നെ മാറ്റപ്പെട്ടു അല്ലെ. അതും ചോദിക്കാം. 42-ൽ എന്ത് ചെയ്തു? 5-ൽ നിന്ന് 6-ലേക്ക് മാറ്റി. പിന്നീട് അത് 44 ആയപ്പോൾ വീണ്ടും അത് 6 വർഷത്തിൽ നിന്ന് കുറച്ചു അല്ലെ. പിന്നീട് എത്രയിലേക്ക് മാറ്റി? 5 വർഷമായിട്ട് വീണ്ടും അത് എന്ത് ചെയ്തു? നിജപ്പെടുത്തി. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കാം. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ടത് നമ്മുടെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഒന്നാമത്തേത്
ഒരു അടിയന്തരാവസ്ഥ സമയത്തിലെ ആഭ്യന്തര അസ്വസ്ഥത എന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു വാക്കിന് പകരം എന്താക്കി മാറ്റിയത്? സായുധ വിപ്ലവം എന്നാക്കി മാറ്റി. ഓർത്തു വെച്ചേക്ക്, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര അസ്വസ്ഥത എന്ന വാക്കിന് പകരം എന്താക്കി മാറ്റിയത്? സായുധ വിപ്ലവം എന്ന് മാറ്റിയ ഭേദഗതി ഏതാന്ന് ചോദിച്ചാൽ ഏതാണത്? 44-ാം ഭേദഗതിയാണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭേദഗതിയിൽ കൊണ്ടുവന്നതും ഈ ഒരു 44-ാം ഭേദഗതിയിലൂടെയാണ്. ഒന്നാമത്തേത് എന്താണ്? ആഭ്യന്തര അസ്വസ്ഥത എന്ന വാക്കിന് പകരം സായുധ വിപ്ലവം എന്നാക്കി മാറ്റി. അതുപോലെ തന്നെ ക്യാബിനറ്റ് അല്ലെ, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു വേർഡാണ് ക്യാബിനറ്റ് എന്നൊരു പദം എന്ത് ചെയ്തു? ഇതിലേക്ക് ഉൾപ്പെടുത്തി. ഓർത്തു വെച്ചേക്കുക, ക്യാബിനറ്റ് എന്നൊരു പദം ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലൂടെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 44-ാം ഭേദഗതിയിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങളിലൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്നാൽ സാധിക്കാത്ത 2 ആർട്ടിക്കിളുകൾ ഉണ്ട് അല്ലേ? ഏതൊക്കെയാണത്? ആർട്ടിക്കിൾ 20-ഉം 21-ഉം അല്ലേ? 20-ഉം 21-ഉം ദേശീയ അടിയന്തരാവസ്ഥ നടക്കുമ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ 2 ആർട്ടിക്കിളുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? റദ്ദ് ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെയാണത്? 20-ഉം 21-ഉം ആണ് അല്ലേ? 20 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? നമ്മുടെ കുറ്റവാളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ കുറ്റവാളികളുടെ അവരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 20-ൽ കൊടുത്തിട്ടുള്ളത് അല്ലേ? അതുപോലെ തന്നെ 21 എന്ന് പറയുമ്പോൾ എന്താണ്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും എതിരുള്ള അവകാശമാണ്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യാൻ പാടില്ല? ഇങ്ങനെ അടിയന്തരാവസ്ഥ ഉണ്ടായി എന്ന് കരുതിയിട്ട് ഇതൊന്നും റദ്ദ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഈ ദേശീയ അടിയന്തരാവസ്ഥ നടക്കുമ്പോൾ ഈ നമുക്കുള്ള 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ത് ചെയ്യാം? നഷ്ടപ്പെടുത്തേക്കാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടേക്കാം എന്ന് പറയുന്നതൊക്കെ, അല്ലെങ്കിൽ ആ ഒരു ഭേദഗതിയൊക്കെ കൊണ്ടുവന്നത് ഏതിലാണ്? 44-ാം ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, 44-ാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, ആഭ്യന്തര അസ്വസ്ഥത എന്ന വാക്കിന് പകരം എന്തായിട്ട് മാറ്റി? സായുധ വിപ്ലവം എന്നാക്കി മാറ്റി. അതുപോലെ തന്നെ ക്യാബിനറ്റ് എന്നൊരു പദം കൂടി കൂട്ടിച്ചേർത്തു. പിന്നെ പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 20-ഉം 21-ഉം അല്ലെ, ദേശീയ അടിയന്തരാവസ്ഥ നടക്കുന്ന സമയത്ത് ഇത് രണ്ടും എന്ത് ചെയ്യാൻ പാടില്ല? റദ്ദ് ചെയ്യാൻ പാടില്ല. എന്നാൽ 19-ലെ ആർട്ടിക്കിൾ 19-ൽ പറഞ്ഞിട്ടുള്ള 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു സമയത്ത് നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താം എന്ന് പറയുന്ന ഭേദഗതിയും ഏതാണ്? 44-ാം ഭേദഗതിയാണ്. ഓക്കെ, 44-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? പഠിച്ചു വെച്ചേക്കണം. ഇനി അടുത്ത ഭേദഗതി എന്ന് പറയുന്നത് 52-ാം ഭേദഗതിയാണ്. 52-ാം ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? കൂറുമാറ്റ നിരോധന നിയമത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ? 1985 ഈ വർഷം ഓർത്തു വെച്ചേക്കണം, ചോദിക്കുന്നതാണ്. 52-ാം ഭേദഗതി ഏതാ വർഷം ചോദിച്ചാൽ ഏതാണ്? 1985 ആണ് അല്ലെ? എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? കൂറുമാറ്റ നിരോധന നിയമത്തെ കുറിച്ചിട്ടാണ് അല്ലെ? അപ്പൊ എന്താണ് കൂറുമാറ്റ നിരോധനം എന്ന് പറഞ്ഞാൽ അല്ലെ? എന്താണ്? അതായത് കൂറുമാറിപ്പോവും അല്ലെ? അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ബാനറിൽ മത്സരിച്ച് വിജയിച്ച ശേഷം എന്ത് ചെയ്യാം? അയാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂറുമാറുന്നതിനെയാണ് എന്ത് പറയാം? കൂറുമാറ്റം എന്ന് പറയല്ലേ? അത് നിരോധിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് ഇത് കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതി ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? 52-ാം ഭേദഗതിയാണ് അല്ലെ? ഏതാണ്? 52-ാം ഭേദഗതിയിലൂടെയാണ് ഈ ഒരു കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയാണ്. അതുപോലെ പ്രസിഡന്റ് ആരാണ്? ഗ്യാനി സെയിൽ സിംഗ് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധിയും പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗ്യാനി സെയിൽ സിംഗും ആണ്. അപ്പൊ ഏതിലൂടെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കൂറുമാറ്റ നിരോധന നിയമം? 52-ാം ഭേദഗതിയിലൂടെയാണ്. ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത് 61-ാം ഭേദഗതിയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് 61-ാം ഭേദഗതിയിലെ. അതായത് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? നമ്മുടെ വോട്ടിംഗ് പ്രായത്തെ കുറിച്ചിട്ടാണ് അല്ലെ? ഇപ്പൊ വോട്ട് ചെയ്യാനുള്ള നമ്മുടെ പ്രായം ഇപ്പൊ എത്രയാണ്? 18 ആണ് അല്ലെ? അപ്പൊ മുമ്പ് അത് എത്രയായിരുന്നു? 21 ആയിരുന്നു അല്ലെ? 21 വയസ്സായി കഴിഞ്ഞാൽ മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് എന്ത് ചെയ്തു? ഈ ഒരു 61-ാം ഭേദഗതിയിലൂടെ അല്ലെ? 61-ാം ഭേദഗതിയിലൂടെ ആ ഒരു വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് എന്താക്കി കുറച്ചു? 18 ആയിട്ട് കുറച്ചു. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 ആയി കുറച്ചിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ അതേതാണ്? 61 ആണ്. ഓർത്ത് വെച്ചേക്കാം. അതുപോലെ ആ വർഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. 1988. ഏതാണ് വർഷം? 1988-ലാണ് ഈ ഒരു 61-ാം ഭേദഗതി വരുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത? വോട്ട് ചെയ്യാനുള്ള പ്രായം എന്താക്കി കുറച്ചു? 21-ൽ നിന്ന് എത്രയായിട്ട് കുറച്ചു? 18 ആയിട്ട് കുറച്ചു. ഓക്കെ, ഇനി അടുത്ത ഭേദഗതി എന്ന് പറയുന്നത് 73-ാം ഭേദഗതിയാണ്. 73-ഉം 74-ഉം ഒരുപോലെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്.
അപ്പോൾ 73-ാം ഭേദഗതി എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? പഞ്ചായത്തി രാജ് സംവിധാനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. അതായത് പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരമൊക്കെ കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ അത് കൊടുക്കണമെന്ന് ഒരുപാട് കമ്മിറ്റികൾ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിന് പ്രകാരം എന്ത് ചെയ്തു? പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം ലഭിക്കുന്നത് ഏതിലൂടെയാണ്? 73-ാം ഭേദഗതിയിലൂടെയാണ്. എന്നാണ് ആ ഭേദഗതി വരുന്നത് എന്ന് ചോദിച്ചാൽ 1993 ഏപ്രിൽ 24 നമ്മൾ പഠിച്ചൂലേ പഞ്ചായത്ത് രാജ് ആക്ട് വരുന്നത് എന്നാണ്? 1993 ഏപ്രിൽ 24 ആണല്ലേ. ഏത് ഭേദഗതിയിലൂടെയാണ് ഇത് വരുന്നത്? 73-ാം ഭേദഗതിയിലൂടെ. അപ്പൊ പഠിച്ചു വെച്ചേക്ക, 73-ാം ഭേദഗതിയിലൂടെയാണ് ഈ ഒരു പഞ്ചായത്ത് രാജ് നിയമം വരുന്നത് അല്ലേ. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഒരു ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം ലഭിക്കുന്നത് ഏത് ഭേദഗതിയാണ്? 73-ാം ഭേദഗതിയാണ്. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് 73. ഓക്കെ, 73-ഉം 74-ഉം ഓർത്ത് വെച്ചേക്കണം. അപ്പൊ 73 എന്തിനെ കുറിച്ചിട്ടാണ്? പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി ഈ സമയത്ത് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? PV നരസിംഹറാവു ആണ്. അതുപോലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശങ്കർ ദയാൽ ശർമ്മയാണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് PV നരസിംഹറാവു, അതുപോലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? ശങ്കർ ദയാൽ ശർമ്മയാണ്. ഇനി ഇവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്, അതായത് 73-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ഭാഗമാണ് ഭാഗം 9 എന്ന് പറയുന്നത്. അപ്പൊ പഞ്ചായത്ത് രാജിനെ പറ്റി പറയുന്നത് ഭാഗമാണിത്, ഭാഗം 9 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പട്ടിക ചോദിച്ചു കഴിഞ്ഞാൽ അത് 11 ആണ്. ഓക്കെ, പഠിച്ചു വെച്ചേക്കണം. രണ്ടും ചോദിക്കുന്നതാണ്. ഏത് ഭാഗമാണ്? ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയുന്നത് ചോദിച്ചാൽ ഏതാണ്? ഭാഗം 9 ആണ് അല്ലെ. അപ്പൊ ഭാഗം 9-ലാണ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ പട്ടിക ചോദിച്ചാൽ ഏതാണ്? 11 ആണ്. ഓക്കെ, അപ്പൊ 73-ാം ഭേദഗതിയാണ്. ഏതാ വർഷം? 93 ഏപ്രിൽ 24-ലാണ് ഈ ഒരു പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുന്നത്. കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ഭാഗം ഏതാണ്? ഭാഗം 9-ഉം. പട്ടിക ചോദിച്ചാൽ 11-ഉം ആണ്. ഇനി 74, ഇതേപോലെ ഓർത്തിരിക്കേണ്ടതാണ്. 74-ാം ഭേദഗതി എന്ന് പറയുന്നത് ഇവിടെ പഞ്ചായത്ത് രാജിന് പകരം എന്താണ്? മുനിസിപ്പാലിറ്റി ആണ് അല്ലെ. അപ്പൊ പഞ്ചായത്ത് കഴിഞ്ഞ് ഇവിടെ എന്താണ് വരേണ്ടത്? മുനിസിപ്പാലിറ്റി ആണ്. അപ്പൊ 74-ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയുന്നത് അല്ലെ. അപ്പൊ മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം ലഭിക്കാൻ കാരണമായിട്ടുള്ള ഭേദഗതി ചോദിച്ചാൽ അത് ഏതാണ്? 74-ാം ഭേദഗതിയാണ്. ഇപ്പൊ ചോദിക്കാം, മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം ലഭിക്കാൻ കാരണമായ ഭേദഗതിയാണ് ഏത്? 74-ാം ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ 73 എന്തായിരുന്നു? പഞ്ചായത്ത് രാജിനാണ് അല്ലെ. അപ്പൊ പഞ്ചായത്ത് രാജിന് ഇതുപോലെ ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം ലഭിച്ചത് ഏതാണ്? 73-ഉം. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഏതാണത്? 74-ഉമാണ്. ഇനി 74-ാം ഭേദഗതി എന്നാ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ അത് 1993 തന്നെയാണ്, ജൂൺ 1 മാത്രം. ഓക്കെ, അപ്പൊ 1993 ജൂൺ 1 ഈ ഒരു 74-ാം ഭേദഗതി വരുന്നത്. അതുപോലെ ഈ സമയത്ത് പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും അല്ലെ സെയിം തന്നെയാണ്. ആരൊക്കെയാണ്? PV നരസിംഹറാവു, അതുപോലെ തന്നെ ശങ്കർ ദയാൽ ശർമ്മയാണ് അല്ലെ. 73-ഉം 74-ലും ഒരേ ആൾക്കാർ തന്നെയാണ് അല്ലെ. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ആരൊക്കെയാണ്? പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് PV നരസിംഹറാവു ആണ്. അതുപോലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? ശങ്കർ ദയാൽ ശർമ്മയാണ്. ഇനി ഇവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെയാണ്? 9A ആണ് അല്ലെ. ഭാഗം 9A. നമ്മൾ പഞ്ചായത്ത് രാജിനെ പറ്റി പറഞ്ഞത് ഏതാണ്? ഭാഗം 9 ആണ്. ഓക്കെ, അപ്പൊ ഭാഗം 9 ആണ് പഞ്ചായത്ത് രാജിനെ പറ്റി പറയുന്നത്. എന്നാൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 9A ആണ്. ഓർത്ത് വെച്ചേക്ക, ഭാഗം 9A-യിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ 74-ാം ഭേദഗതിയെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. അതുപോലെ പട്ടിക എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ 73-ാം ഭേദഗതിയിൽ 11-ാമത്തെ പട്ടികയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്, അതായത് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ 74 എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റിയാണ്. അത് ഏത് പട്ടികയാണ് ചോദിച്ചാൽ ഏതാണ്? തൊട്ടടുത്തിട്ടുള്ളത് അല്ലെ. തൊട്ടടുത്ത 12-ാമത്തെ പട്ടികയാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ അടുത്തടുത്തായതുകൊണ്ട് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ 9-ഉം 9A-യും 11-ഉം 12-ഉം അല്ലെ. 73-ഉം 74-ഉം അങ്ങനെ ഓർത്ത് വെച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഭേദഗതികളും എന്ത് ചെയ്യാം? കൃത്യമായിട്ട് പഠിക്കാം. എല്ലാതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിന്റെ ബാക്കി എന്ത് ചെയ്യാം? അടുത്തൊരു ക്ലാസ്സിൽ എടുക്കാം. ഇതുവരെ എടുത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ട് പഠിച്ച് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.